നമസ്കാരം. അപ്പോ AR റഹ്മാൻ ലെജൻഡ്, ഞാൻ പറയും മഹാത്ഭുതങ്ങളിലൊന്ന്. എന്റെ ജനറേഷനിൽ, കഴിഞ്ഞു പോയ ജനറേഷനിൽ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ജെറ്റ്. കാരണം ആ ഒരു ജെറ്റ് പറക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെയും യാതൊരു മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് കിങ്. തീർച്ചയായിട്ടും ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് പല രീതിയിലും, മാഫിയസ് ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പല രീതിയിലും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കഴിവിന്റെ അടിസ്ഥാനത്തിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ലെജൻഡിനെ തടുക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നേരിൽ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ് നാം ഓരോരുത്തരും. ലെജൻഡ്. അപ്പോൾ ഓരോ പ്രേക്ഷകരും കമന്റ് ബോക്സിൽ ചില സമയങ്ങളിൽ ചില വീഡിയോക്കടിയിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ വീഡിയോ അപ്ലോഡിങ്ങിന് ശേഷം ഒത്തിരി കമന്റ്സ് രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തെ മാത്രം ഇങ്ങനെ ലെജൻഡ് എന്ന് പറയാനുള്ള കാരണം? RK ശേഖർ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ മകനായി ദിലീപ് കുമാർ ജനിക്കുകയും അതോടൊപ്പം തന്നെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അദ്ദേഹം നല്ലൊരു മ്യൂസിഷ്യനായിട്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല. ഒത്തിരി കഷ്ടപ്പാടിന്റെ ഒരു സഞ്ചാരത്തിലൂടെ മാത്രം സഞ്ചരിച്ച് സങ്കടങ്ങളെ സംഗീതമാക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. ഒത്തിരി സങ്കടവത്തായ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് അദ്ദേഹത്തെ നല്ലൊരു മ്യൂസിഷ്യനാക്കി മാറ്റിയത് എന്ന് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അടങ്ങുന്ന പ്രേക്ഷകർക്ക് നേരിൽ പറയാവുന്ന ഒരു വസ്തുതയാണ്. RK ശേഖർ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനും കരീമ ബീഗം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീജനത്തിനും ഉണ്ടായ ഒരു മ്യൂസിക് ഡയറക്ടറായ ഒരു പുത്രനായിട്ടായിരുന്നില്ല അദ്ദേഹം ജനിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരി കഷ്ടപ്പാടുകളുടെ നടുവിൽ തുഴഞ്ഞാണ് ഈ ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പദവി, ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു പദവി നേരിട്ട് വന്ന് ഞാൻ ലെജൻഡ് ആണെന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും കോടാനുകോടി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിന്ന് അണിഞ്ഞു കൊടുത്തൊരു പദവിയാണ് ഈ പറയുന്ന ലെജൻഡ്. ശരിക്കും മ്യൂസിക്കിലെ രാജാവ് എന്ന് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ പറയേണ്ടതായിട്ട് വരും എന്ന് മാത്രമല്ല, പറയുക തന്നെ വേണം എന്ന് നിലവിൽ ഡയറക്ട്ലി കാണിച്ചു തന്നിരിക്കുന്ന ഒരു മ്യൂസിഷ്യനാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. തീർച്ചയായിട്ടും ഒത്തിരി മാഫിയാസ് പല കാലഘട്ടങ്ങളിലായിട്ടും, അതായത് റോജയ്ക്ക് ശേഷവും റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം അടുക്കെ വരെയും മാഫിയാസിന്റെ വൻ കളികൾ തന്നെ മീഡിയ വഴി സൈബർ ആക്രമണത്തിലൂടെ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ ബ്ലോക്ക് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ, ഈ ഒരു മേഖലയിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പല കളികളും പല മാഫിയാസും നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ ഓരോ ഓഡിയോ ലോഞ്ചിങ്ങിന് ചെല്ലുമ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ഡയറക്ട്ലി കണ്ടതാണ്. തീർച്ചയായിട്ടും അതിലൊന്നും തകർന്നു വീഴാതെ വീണ്ടും മുൻപോട്ട് തുഴയാനുള്ള ഒരു ആർജവം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് അനുഭവത്തിലൂടെയുള്ള പഠനം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അനുഭവത്തിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. എന്തുകൊണ്ട് ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു പദവി പ്രേക്ഷകർ കൊടുത്തു എന്നുള്ളതിനുള്ള ഒരു ഉത്തരാണ് റോജ മുതൽ റായൻ വരെയുള്ള ഈ കാലഘട്ടം വരെയുള്ള നല്ല നല്ല പാട്ടുകൾക്ക് കൊടുത്തിരിക്കുന്ന സംഗീതം. അതാണ് ആകെയുള്ള ഡയറക്ട്ലിയുള്ള ഒരു തെളിവ്. തീർച്ചയായിട്ടും അതിനുശേഷവും ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ജെറ്റിന്റെ മുൻപിൽ അതൊന്നും വലിയ ശത്രു ആയിരുന്നില്ല. ഒരു ഹിന്ദി സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ചിങ്ങിന് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ആ ഒരു പ്ലാറ്റ്ഫോമിലിട്ട് സൽമാൻ ഖാൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ എല്ലാം തരംഗമായതാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും കണ്ടതാണ്. അതിനെതിരെ പ്രതികരിച്ചാണ് കമന്റ് ബോക്സുകൾ നിറച്ചതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് 100ൽ 89% AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ആക്രമിച്ചിരിക്കുന്നത്. ഇടക്കാലത്ത് വന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒത്തിരി ഫാൻസുകാർ വന്ന ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു രീതി, കമന്റ് ബോക്സിലൂടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു രീതി നമ്മൾ കണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആള് ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രം ഉയർന്നു വന്ന ഒരു അത്ഭുതമല്ല, വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു പ്രതിഭയാണ്. അത് ഡയറക്ട്ലി നമ്മൾ കണ്ടറിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു ഫാൻസ് പറയുന്നത് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനേക്കാളും മേലെയാണ് ഇപ്പോൾ അനിരുദ്ധ് വാങ്ങുന്ന പ്രതിഫലം.
എന്ത് കാര്യം ഈ ഒരു ജനറേഷന് ജോയിന്റ് ആവുന്ന രീതിയിലുള്ള തട്ടുപൊളിപ്പൻ സോങ്ങുകളാണ് നമ്മളെല്ലാവരും ഡയറക്ട്ലി കേൾക്കുന്നതാണ്. അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് കഴിവുണ്ട്, ഇല്ല എന്ന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ സംഗീതം ചെയ്ത് ഒരു പാട്ടും ഹൃദയത്തിൽ നിന്നും അകന്നു പോവാത്ത രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് AR റഹ്മാനും ഈ അധിക പ്രതിഫലം വാങ്ങിക്കുന്ന അനിരുദ്ധും തമ്മിലുള്ള വ്യത്യാസം. അതിൽ സംഗീതത്തിന് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു ലെജൻഡാണ് AR റഹ്മാൻ. അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന ഒരു സ്റ്റേജിലിരുന്ന് ഞാൻ നല്ലൊരു മ്യൂസിഷ്യനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു കമ്പോസറാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മ്യൂസിക്കിന്റെ ഒരു ലോകം തന്നെ കീഴടക്കുമെന്നൊന്നും ആധികാരികമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെ പ്രേക്ഷകർ തന്നെ സെലക്ട് ചെയ്തതാണ്, സ്വീകരിച്ചതാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളുടെ ഒരു സംഗീതത്തിന്റെ പവർ തലം വേറെ തലം, തീർച്ചയായിട്ടും പുളകം കൊള്ളുക തന്നെ ചെയ്യുന്ന രീതിയിലാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് ചെയ്തിരിക്കുന്ന ഈ റായൻ വരെയുള്ള ഈ ഒരു കാലഘട്ടം വരെയുള്ള റോജ മുതൽ റായൻ വരെയുള്ള ഓരോ പാട്ടുകൾക്കും അടിസ്ഥാന രൂപത്തിൽ സംഗീതം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ റെസ്പോൺസിന് പോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ഞാൻ AR റഹ്മാനെയും അനിരുദ്ധിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. എന്നോട് ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനടിയിൽ വന്നിട്ട് AR റഹ്മാനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് എന്ന് അപേക്ഷിച്ച, അല്ലെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞ ഒത്തിരി പ്രേക്ഷകർ ഇപ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഞാനത് കമ്പയർ ചെയ്യുന്നതല്ല. വീഡിയോ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തരുത്. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെ പുകഴ്ത്തി പറയാൻ വേണ്ടി മാത്രമല്ല വീഡിയോ ഇറക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡയറക്ട്ലി അനുഭവിച്ചറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. ഇപ്പോഴും AR റഹ്മാൻ ചെയ്തിരിക്കുന്ന ഓരോ സോങ്ങുകളുടെയും അടിത്തറ എന്തോരം വാല്യൂ, എന്തൊരു വില, എന്തൊരു വാല്യൂ, എന്തൊരു ആഴത്തിൽ എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും ഹെഡ്സെറ്റ് വെക്കാതെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പഴക്കം ചെന്ന റോജ മുതൽ ഈ പറയുന്ന റായൻ വരെയുള്ള ഓരോ ചിത്രത്തിലെയും സോങ്ങുകൾ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള താല്പര്യം വരുന്ന രീതിയിലാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന അനിരുദ്ധും AR റഹ്മാനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അനിരുദ്ധ് ഫാൻസുകാരോട് പറയാനുള്ള ഒരു കാര്യം, കൂടുതൽ പ്രതിഫലം വാങ്ങിയത് കൊണ്ട് മ്യൂസിക് നന്നാവണമെന്നില്ല. മ്യൂസിക് നന്നായിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ പറയുന്നത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ അനിരുദ്ധ് ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്കും ആ ഒരു സോങ് ഒക്കെ നമ്മൾ കേട്ടതാണ്. ഒട്ടും തന്നെ വിലയില്ലാത്ത രീതിയിലാണ് ആ ഒരു പാട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ആ ഒരു പാട്ടുമായിട്ട് യാതൊരു സാമ്യവുമില്ല അതിലെ ഡാൻസേഴ്സിന്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പറയും, എൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു അത്ഭുതമാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ. ഒപ്പം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആ ഒരു ക്രിക്കറ്റ് പ്ലെയറും. തീർച്ചയായിട്ടും അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത രീതിയിലാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. എത്ര വർഷങ്ങളോളം കഴിഞ്ഞാലും ക്രിക്കറ്റ് പ്ലെയറായ സച്ചിനെയും അതോടൊപ്പം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെയും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററിൽ ഒരു ന്യൂ ജനറേഷൻ ഒരു സ്ത്രീജനത്തോട് ചോദിച്ചു, AR റഹ്മാന്റെ മ്യൂസിക്കാണോ അനിരുദ്ധിന്റെ മ്യൂസിക്കിനോടാണോ കൂടുതൽ താല്പര്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞത് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ സംഗീതം മനസ്സിൽ ആഴ്ന്നിറങ്ങും, എന്നാൽ അനിരുദ്ധിന് ഒട്ടും തന്നെ മോശം പറയാൻ സാധിക്കില്ല. ഈ ഒരു ജനറേഷനിലെ ഒരു തട്ടുപൊളിപ്പൻ പാട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അനിരുദ്ധിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അനിരുദ്ധ് ഫാൻസുകാർ വന്നിട്ട് ഈ AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിഷ്യന്റെ വീഡിയോന്റെ താഴെ വരുന്ന മോശത്തായ രീതിയിലുള്ള കമന്റ്സ് വായിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സ് ചെയ്യുന്നവർ ഡയറക്ട്ലി ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കുക, ഏതാണ് സംഗീതം, എങ്ങനെയാണ് സംഗീതം എന്നുള്ള കാര്യം. അതിനുശേഷം കമന്റ് ബോക്സിൽ വന്ന് ആക്രമിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമന്റ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. വീണ്ടും പറയുകയാണ്, AR റഹ്മാൻ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ അത്ഭുതങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും മാഫിയാസ് അല്ല, ഏതൊരു തലത്തിലെ മാഫിയാസ് വന്നാലും ആ ഒരു ലെജൻഡിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. കഴിവിന്റെ അടിസ്ഥാന രൂപമാണ് മ്യൂസിക്കിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കുക തന്നെ വേണം. ഇനിയും പുതിയ പുതിയ പാട്ടുകൾ പലതരത്തിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതേയുള്ളൂ. തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗിലാണ് ഈ നെക്സ്റ്റ് സോങ്. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു അഭിമുഖം, അതായത് ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പങ്ക്ച്വാലിറ്റി, അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠ,
അദ്ദേഹം പാട്ടുകളോട് കാണിക്കുന്ന മര്യാദ, അതോടൊപ്പം തന്നെ ഏതൊരു പൊതുവേദിയിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു ചെറിയ കലാകാരനെയും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു എയിം, അതാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ പ്രാധാന്യവും സത്യവത്തായ സംഗീതത്തിന്റെ മൂല്യതയും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ എം വെയിറ്റിംഗ്.